ലളിതമായ ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ. BJP പ്രതിനിധി നമ്മളെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അവകാശപ്പെട്ടു, നിരവധി തവണ യൂണിയൻ ഗവൺമെന്റ് നെല്ലിന്റെ വില വർദ്ധിപ്പിച്ചു. പക്ഷേ നെല്ലിന്റെ വില നിരവധി തവണ യൂണിയൻ ഗവൺമെന്റ് വർദ്ധിപ്പിച്ചിട്ടും ഇപ്പോൾ ഏറ്റവും കൂടുതൽ 1 കിലോ നെല്ലിന് കൊടുക്കുന്ന സംസ്ഥാനം ഏതാണെന്ന ചോദ്യത്തിന് അദ്ദേഹത്തിന് മറുപടിയില്ല. ആ സംസ്ഥാനത്തിന്റെ പേര് എന്റെയും നിങ്ങളുടെയും നാടായ നമ്മുടെ കേരളമാണ്. എന്തുകൊണ്ടാണ് യൂണിയൻ ഗവൺമെന്റ് അങ്ങ് സംസാരിച്ചപ്പോൾ ഞാൻ ഇടപെട്ടോ? എനിക്കിത് വേണമെങ്കിൽ അങ്ങ് ഇത് പറയുമ്പോൾ ഇടപെട്ട് പറയാമല്ലോ. ക്ലാരിഫിക്കേഷന് വേണ്ടി ചോദിച്ചാ കേരളത്തിന്റെ സംഭാവന എന്ത്? ഞാൻ പറയാം, ഇടപെട്ടതല്ല, ഒരു ക്ലാരിഫിക്കേഷൻ. അതിന്റെ പേര് ഇടപെടലെന്ന് തന്നെയാണ്. അങ്ങ് വേണമെങ്കിൽ നിരവധി തവണ യൂണിയൻ ഗവൺമെന്റ് തുക വർദ്ധിപ്പിച്ചു എന്ന് പറയുമ്പോൾ അന്നേരം തന്നെ എനിക്ക് ഇടപെട്ട് ചോദിക്കാറുണ്ടല്ലോ. എന്റെ അവസരം കിട്ടുമ്പോൾ എനിക്ക് സംസാരിക്കാൻ അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ടല്ലേ? അങ്ങ് എന്നേക്കാൾ പക്വതയും ഉയർന്ന രാഷ്ട്രീയ അനുഭവമുള്ള ആളല്ലേ? എന്നെ പോലെ ഒരാളെ സംസാരിക്കുമ്പോൾ തുടർച്ചയായി ഇടപെട്ടിട്ടല്ലോ. ഒരു പ്രാവശ്യമല്ലേ അപ്പോ ഇന്നയോളമുള്ള ഇന്ത്യയുടെ അനുഭവത്തിൽ 20 രൂപ ഇപ്പോൾ നിലവിൽ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും യൂണിയൻ ഗവൺമെന്റ് വിഹിതമുണ്ട്. അത് യൂണിയൻ ഗവൺമെന്റിന്റെ രാഷ്ട്രീയ രൂപമായ RSSന്റെ തറവാട്ടിൽ നിന്ന് നമുക്ക് എടുത്ത് തരുന്നതല്ല. കോട്ടയത്ത് പച്ചക്കറിയും പഴവും പാലും ഇറച്ചിയും ഒക്കെ നമ്മൾ വാങ്ങിക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന നികുതിയുടെ വിഹിതം ഇങ്ങോട്ട് കിട്ടുന്നതാണ്. പക്ഷേ എന്ത് ചെയ്യുന്നു? BJP കോൺഗ്രസ് സംസ്ഥാനങ്ങളിൽ വ്യത്യസ്തമായി 20 രൂപ യൂണിയൻ ഗവൺമെന്റ് 1 കിലോ നെല്ലിന് നൽകുമ്പോൾ ഏതാണ്ട് 8 രൂപയോളം സംസ്ഥാന ഗവൺമെന്റ് നൽകുന്നു. ഇത് ഇന്ത്യയിൽ നൽകുന്ന ഏക സംസ്ഥാനത്തിന്റെ പേര് നമ്മുടെ കേരളം എന്നുള്ളതാണ്. ആ തുക 20 രൂപ നൽകാനുള്ളത് ഇപ്പോഴെത്ര കുടിശ്ശികയാണ്? 7 വർഷത്തിലധികമായി കുടിശ്ശികയാണ്. യൂണിയൻ ഗവൺമെന്റിന്റെ ഭാഗമായിട്ടുള്ള V മുരളീധരൻ ഉണ്ട്. അദ്ദേഹത്തിന്റെ വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ നമ്മുടെ അനുഭവത്തിൽ പറയേണ്ടത് വികസനം മുടക്കി വകുപ്പ് എന്നാണ് പറയേണ്ടത്. അയാൾ കള്ളം പറഞ്ഞുകൊണ്ടേയിരുന്നു. ഒന്നും തരാനില്ല. നമ്മളിവിടെ ജനകീയ പ്രതിരോധ ജാഥ നയിച്ചു, നവകേരള സദസ്സ് നടത്തി, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ മനുഷ്യച്ചങ്ങല നടത്തി, മുഖ്യമന്ത്രിയും സംഘവും ഡൽഹിയിൽ പോയി സമരം ചെയ്തു. നമ്മൾ കോട്ടയം നഗരസഭയിലും നമ്മുടെ പഞ്ചായത്തുകളിലും കുത്തിയിരുന്ന് തൊണ്ടപൊട്ട് മറുച്ചതിൽ മുദ്രാവാക്യം വിളിച്ചു. ഏറ്റവും ഒടുവിൽ കേസ് കൊടുത്തപ്പോൾ എന്താണ്? സോളിസിറ്റർ ജനറൽ മുഖാന്തരം കേരളത്തോട് ഒരു ഭീഷണി. മര്യാദയ്ക്ക് കേസ് പിൻവലിച്ചാൽ 5000 കോടി തരുന്നത് കാര്യം ആലോചിക്കാമെന്നു. നമ്മൾ പറഞ്ഞു, തല പോയാലും ശരി, നിന്റെയൊന്നും മുമ്പിൽ തല താഴ്ത്താൻ പോകുന്നില്ല, കേസ് പിൻവലിക്കില്ല എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം വിധി ഉണ്ടായ എത്രയാണ്? 13,608 കോടി രൂപ കേരളത്തിന് അനുവദിക്കാൻ വിധിയുണ്ടായി. ഇപ്പോഴൊക്കെ ഒറ്റ വാചകം കൂടെ പറഞ്ഞ് എൻ്റെ ഭാഗം അവസാനിപ്പിക്കുകയാണ്. ആ പണം എന്ത് ചെയ്യുകയാണ്? ഇപ്പോഴത്തെ ഇന്ന് മുതൽ കേരളത്തിലെ 64 ലക്ഷം കുടുംബങ്ങൾക്ക് ഏപ്രിൽ മാസം 14 വിഷു ആഘോഷിക്കുന്നതിന് മുമ്പ് 4800 രൂപ വീട്ടുമുറ്റത്തെത്താൻ വേണ്ടി പോവുകയാണ്. ഇത് മുടക്കാൻ ശ്രമിച്ചവരാണ് BJPയും കോൺഗ്രസും. അതിനെതിരെ കേരളത്തിന് വേണ്ടി ശബ്ദമുയർത്താൻ നമ്മുടെ പാർലമെന്റ് മെമ്പറായ ശ്രീ തോമസ് ചാഴികാടനും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും മാത്രമേ കേരളത്തിൽ ഉണ്ടായിരുന്നുള്ളൂ.